എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. കമ്പ്യൂട്ടർ ടൈപ്പ് പോലുള്ള പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which features helps you to insert the content of the clipboard as text without any formatting? ഫോർമാറ്റിംഗ് ഇല്ലാതെ നമുക്ക് ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഫ്യൂച്ചേഴ്സ് ഏത് ഫ്യൂച്ചറാണ്, എങ്ങനെ ഇൻസേർട്ട് ദ കണ്ടന്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ് ഇല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടന്റ് ക്ലിപ്പ് ബോർഡിൽ നിന്ന് യൂസ് ചെയ്യാം എന്നതാണ്. നമ്മൾ സാധാരണ നമ്മൾ ബോൾഡായിട്ട് എടുത്ത ടെക്സ്റ്റ് ആണ്, അതെങ്ങനെ എഴുതിയും നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്, അത് ബോൾഡായിട്ട് തന്നെയാണ്. തിരിച്ച് നമുക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ബോൾഡായിട്ട് തന്നെ പേസ്റ്റ് ആവും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പക്ഷേ ഈ കണ്ടന്റ് വേണം. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യും വിച്ച് ഫ്യൂച്ചേഴ്സ് ഹെൽപ്സ് ടു യു എന്നുള്ള വാക്ക് എനിക്ക് വേണം. ഇവിടെ എന്താ, ഇതിപ്പോൾ ബോൾഡിൽ കൊടുത്തിരിക്കുകയാണ്, പക്ഷെ ഇതൊന്നും ഫോർമാറ്റ് ഇല്ലാതെ, ഈ ഒരു ഫോർമാറ്റിംഗ് ഇല്ലാതെ എനിക്കിത് ആവശ്യമാണ്. അത് അങ്ങനെ ആ കണ്ടന്റ് മാത്രം കിട്ടാനായിട്ട് ഞാൻ ഏത് ഓപ്ഷൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് വേർഡ് എടുക്കുമ്പോൾ നമ്മൾ പല മീൻസ് ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്യത്തില്ലേ, ബോൾഡ് കൊടുക്കും, ഇറ്റാലിക്സ് കൊടുക്കും, അണ്ടർലൈൻ കൊടുക്കും, കുറച്ചുകൂടി വലുതാക്കി കൊടുക്കാം, ഇങ്ങനെ കുറേ എഫക്ട്സ് ആഡ് ചെയ്ത് ഇതൊന്നും ഇല്ലാതെ നമുക്ക് കണ്ടന്റ് മാത്രം കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫ്യൂച്ചർ നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ എ പേസ്റ്റ് സ്പെഷ്യൽ, ഓപ്ഷൻ ബി ഫോർമാറ്റ് പെയിന്റർ, ഓപ്ഷൻ സി പേജ് സെറ്റപ്പ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റൈൽ. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് ഫോർമാറ്റിംഗ് നമുക്ക് കണ്ടന്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. എങ്ങനെയാടാ, ഏതായിരിക്കും വരുന്നത്? ഫോർമാറ്റിംഗ് ഇല്ലാതെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചർ ഏതാണ്? പേജ് സ്പെഷ്യൽ ആണോ, ഫോർമാറ്റ് പെയിന്റർ ആണോ, പേജ് സെറ്റപ്പ് ആണോ, സ്റ്റൈലാണോ? ഏതാണ്? സ്റ്റൈലാണോ? സ്റ്റൈൽ എടുത്ത് നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റുമോ? പേജ് സെറ്റപ്പിൽ പറ്റുമോ? ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്താൽ പറ്റുമോ? പേസ്റ്റ് സ്പെഷ്യൽ പറ്റുമോ? ഏതാണ് നമ്മുടെ ഉത്തരം? പേസ്റ്റ് സ്പെഷ്യൽ. അവർ ആൻസർ ഈസ് പേസ്റ്റ് സ്പെഷ്യൽ. പേസ്റ്റ് സ്പെഷ്യൽ ആണെന്ന് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ആണ്. കാര്യം എന്താ, നമ്മൾ കോപ്പി ചെയ്യുന്ന സാധനം നമ്മൾ അടുത്തൊരു കണ്ടന്റ് ഉപയോഗിക്കുന്ന എന്താണ്? പേസ്റ്റ് ആണല്ലേ. ആ പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടന്റ് കോപ്പി ചെയ്യണം. ആ കണ്ടന്റ് കോപ്പി ചെയ്യുമ്പോൾ പറയുന്ന പ്രത്യേകത എന്താണ്? വിത്തൗട്ട് ഫോർമാറ്റിംഗ് ഇല്ലാതെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമാറ്റിംഗ് ഇല്ലാതെ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കിയേ, ടാബ് എടുക്കുന്നു, ഹോം ടാബിൽ പോകുന്നു, ഹോമിൽ നിന്ന് നമ്മൾ പേസ്റ്റിൽ വരുന്നു. ഈ ആരോ പ്രസ് ചെയ്യുന്നുണ്ട്. ഈ ആരോ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും? പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ എഴുതി കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിൻഡോ ആണ് ഇത്. ഈ വിൻഡോയ്ക്കകത്ത് കണ്ട പേസ്റ്റ് സ്പെഷ്യൽ അവിടെ കണ്ട അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അൺഫോർമാറ്റഡ് ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് മാത്രം നമുക്ക് കോപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ പേസ്റ്റ് എടുക്കുമ്പോൾ എന്താണ്, അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്നിട്ട് ഓക്കെ കൊടുത്താൽ എങ്ങനെ കിട്ടും? ഫോർമാറ്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ടെക്സ്റ്റ് മാത്രം കോപ്പി ചെയ്ത് കിട്ടും. നമുക്കത് പേസ്റ്റിന് ആവശ്യമുള്ളിടത്ത് യൂസ് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ആ വിൻഡോ ഓർത്ത് വെക്കുക. ഹോമിൽ പോയി പേസ്റ്റിന്റെ താഴെ ഒരു ആരോ ഉണ്ട്. ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അതിലാണ് എന്തോന്ന്, അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ അൺഫോർമാറ്റഡ് യൂണിക്കോഡ് ടെക്സ്റ്റ്, രണ്ട് ടെക്സ്റ്റ് മീൻസ് പല ഓപ്ഷൻസ് കാണാം. നമുക്ക് അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ആണ് ആവശ്യം. സോ അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമാറ്റ് ചെയ്യാത്ത ടെക്സ്റ്റ് നമുക്ക് ലഭിക്കും. അപ്പം നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? പേസ്റ്റ് സ്പെഷ്യൽ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഫ്യൂച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ പേസ്റ്റ് സ്പെഷ്യൽ ആണ്. ഫോർമാറ്റ് പെയിന്റർ ഒക്കെ അറിയാലോ. ഫോർമാറ്റ് പെയിന്റർ, പേജ് സെറ്റപ്പ്, സ്റ്റൈൽസ് ഒക്കെ എന്താണ്? മറ്റ് ഫ്യൂച്ചേഴ്സുകളാണ്. നമ്മുടെ അതായത് കണ്ടന്റ് അല്ല, ഫോർമാറ്റ് മാത്രം കോപ്പി ചെയ്യുന്നതിലേക്കാണ് ഏത് ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിക്കുന്നത്. പിന്നെ പേജ് സെറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്ന് എടുക്കുന്നത്. ദെൻ സ്റ്റൈൽസ് എങ്ങനെയാണ് ഇരിക്കണം എന്നുള്ളത്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what should you do if you require to paste the same format in many places? ശ്രദ്ധിക്കുക, ആദ്യം നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് കണ്ടന്റ് മാത്രം മതി, അതിനകത്ത് ഫോർമാറ്റ്സ് ഒന്നും വേണ്ട, വിത്തൗട്ട് ഫോർമാറ്റിംഗ് ആണ് നമുക്ക് ആവശ്യം. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് നോക്കിയേ, വാട്ട് ഷുഡ് യു ഡു ഇഫ് യു റിക്വയർ ടു പേസ്റ്റ് ദ സെയിം ഫോർമാറ്റ് ഇൻ മെനി പ്ലേസസ്? ഒരേ ഫോർമാറ്റ് പല സ്ഥലത്തും നമുക്ക് ചെയ്യണം. എന്നാലല്ല, കണ്ടന്റ് അല്ല ആവശ്യം, നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിംഗ് മാത്രമാണ് നമുക്ക് ആവശ്യം. അത് പല സ്ഥലത്തായിട്ട് പേസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണ്. നമുക്ക് എന്താ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കി. ഓപ്ഷൻ എ, ക്ലിക്ക് ദ ഫോർമാറ്റ് പെയിന്റർ ആൻഡ് ഗോ ടു
പേസ്റ്റിംഗ് ഇൻ ദ മെനി പ്ലേസസ് ഹോൾഡിംഗ് ഓൾട്ട് കീ. ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഫോർമാറ്റ് പെയിന്റർ പ്രസ് ചെയ്തിട്ട് ഓൾട്ട് കീ പ്രസ് ചെയ്ത് പലയിടത്തായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒന്നാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ ബി, ക്ലിക്ക് ദ ഫോർമാറ്റ് പെയിന്റർ ദെൻ ഗോ ടു പേസ്റ്റിംഗ് ടു മെനി പ്ലേസസ് ഹോൾഡിംഗ് കൺട്രോൾ കീ. ആദ്യം പറഞ്ഞു ഓൾട്ട് കീ വെച്ച് പറ്റുമോ, രണ്ടാമത് പറയുന്നത് കൺട്രോൾ കീ വെച്ച് പറ്റുമോ. ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോർമാറ്റ് പെയിന്റർ പ്രസ് ചെയ്തിട്ട് പലയിടത്തായിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും, പറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ, ഡബിൾ ക്ലിക്ക് ഓൺ ദ ഫോർമാറ്റ് പെയിന്റർ ദെൻ ഗോ ടു പേസ്റ്റിംഗ് ഇൻ മെനി പ്ലേസസ്. മൂന്നാമത് പറയുന്ന മുകളിൽ നമുക്ക് ഫോർമാറ്റ് പെയിന്റർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നോക്കി കാണാം അല്ലേ. അതുകൊണ്ട് ഇവിടെ ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമാറ്റ് പെയിന്റർ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. എങ്ങനെയാണോ? 4 എന്താ? ഓൾ ഓഫ് ദ എബവ്. ഓൾട്ട് പ്രസ് ചെയ്ത് ഫോർമാറ്റ് പെയിന്റർ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാം, ഓൾട്ട് പ്രസ് ചെയ്തും ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തും ചെയ്യാം. നമ്മുടെ ആൻസർ ശരിക്കും എന്തായിട്ട് വരും? ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ് ഫോർമാറ്റ് പെയിന്ററിങ്? നമ്മൾ പല ഭാഗത്തായി നമ്മൾ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്തു, അത് നമുക്ക് ടെക്സ്റ്റിന്റെ പല ഭാഗങ്ങളായിട്ട് വേണം. ഇവിടെ ഞാൻ ബോൾട്ട് ചെയ്തു ഇതൊരു കളർ ചേഞ്ച് നമ്മൾ വോട്ട് എന്നുള്ളതിന് കൊടുത്തു. ഈ വോട്ട് എന്ന് പറയുന്നത് എനിക്ക് ഈ എബോവിൽ കൂടി വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോർമാറ്റ് പെയിന്റർ ആദ്യം ഇതിൽ സെലക്ട് ചെയ്തു, ഫോർമാറ്റ് പെയിന്റർ കൺട്രോൾ പ്ലസ് ചെയ്താൽ ഓൾട്ട് പ്ലസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ വരുമോ? അല്ല, ഒന്നും വേണ്ട. ഫോർമാറ്റ് പെയിന്റർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡബിൾ ക്ലിക്ക് ഓൺ ദ ഫോർമാറ്റ് പെയിന്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവരും കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താ? ഡബിൾ ക്ലിക്ക് അല്ലെ, ഡബിൾ ക്ലിക്ക് ഓൺ ദ ഫോർമാറ്റ് പെയിന്റർ ദെൻ ഗോ ടു പേസ്റ്റിംഗ് ദ മെനി പ്ലേസസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഫോർമാറ്റ് പെയിന്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മെനി പ്ലേസസ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എന്താണ്? ഫോർമാറ്റ് മാത്രം മതി, നമുക്ക് കണ്ടന്റ് വേണ്ട. ഇപ്പോൾ ഫോർമാറ്റ് പെയിന്റർ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വേർഡ് ദ മെയിലിംഗ് ലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ്. എന്തിനാണടാ നമ്മൾ മെയിലിംഗ് ലിസ്റ്റ് എടുക്കുന്നത്? മെയിൽ മർജ് ചെയ്യാനായിട്ടല്ലേ. മെയിൽ മർജ് എന്താണ്? ഒരേ കണ്ടന്റ് അല്ലെങ്കിൽ ഒരേ ലെറ്റർ തന്നെ അല്ലെങ്കിൽ ഒരേ ഇമെയിൽ തന്നെ ഒരുപാട് പേർക്ക് സെയിം ഫോർമാറ്റ് സെൻഡ് ചെയ്യുന്നതിനൊക്കെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൽ മർജ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് മെയിലിംഗ് ലിസ്റ്റ് നമുക്ക് ആവശ്യമാണ്. മെയിലിംഗ് ലിസ്റ്റിന് പറയുന്ന മറ്റൊരു പേരെന്തെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇൻ വേർഡ് ദ മെയിലിംഗ് ലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ്. എങ്ങനെ അറിയപ്പെടുന്നത്? എന്താണെടാ? ഓപ്ഷൻ എ ഡേറ്റ സോഴ്സ്, ഓപ്ഷൻ ബി സോഴ്സ്, ഓപ്ഷൻ സി ഡേറ്റ ഷീറ്റ്, ഓപ്ഷൻ ഡി ഷീറ്റ്. ഈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ മെയിലിംഗ് ലിസ്റ്റിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്തെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് മെയിലിംഗ് ലിസ്റ്റിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളും കൂടെ പറഞ്ഞും ശ്രമിച്ചും പോവുക. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെയാണ്. അപ്പൊ നമ്മുടെ മെയിലിംഗ് ലിസ്റ്റിൽ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഡേറ്റ സോഴ്സ് അല്ലെ, ലിസ്റ്റ് ആണ്. അപ്പൊ നമുക്കതൊരു സോഴ്സ് ആവശ്യമാണ്. അത് വേറെ സോഴ്സ് ആണോ? അല്ല. എന്താണ്? അത് ഡേറ്റയാണ് അല്ലെ. നമുക്ക് മെയിൽ ആർക്കൊക്കെ അയക്കണം എന്നുള്ള ലിസ്റ്റ് ആണ്. സോ അപ്പൊ എന്താ? ഒരു ഡേറ്റയുടെ സോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് മെയിലിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മെയിലിംഗ് ലിസ്റ്റിന്റെ മറ്റൊരു പേര് ഡേറ്റ സോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വേർഡ് റിപ്പീറ്റഡ് വേർഡ്സ് ആർ സീൻ. നോക്കിക്കേ, നമ്മൾ വേർഡിൽ റിപ്പീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ടൈപ്പ് ചെയ്തു സ്പെഷ്യൽ എന്ന് ടൈപ്പ് ചെയ്തു, വീണ്ടും ഞാൻ സ്പെഷ്യൽ ടൈപ്പ് ചെയ്തു. അതെങ്ങനെയായിരിക്കും വേർഡിൽ റിഫ്ലക്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ വേർഡ് റിപ്പീറ്റഡ് വേർഡ്സ് ആർ സീൻ. എങ്ങനെ റിപ്പീറ്റഡ് വേർഡ്സ് കാണിക്കുന്നു? എ ബ്ലൂ വേവി ലൈൻ അണ്ടർ ദ റിപ്പീറ്റഡ് വേർഡ്. ആ റിപ്പീറ്റ് ചെയ്ത വാക്കിൽ ഒരു ബ്ലൂ വേവി അണ്ടർലൈൻ വരുന്നു. 2 ഗ്രീൻ വേവി അണ്ടർലൈൻ അണ്ടർ ദ റിപ്പീറ്റഡ് വേർഡ്. ഗ്രീൻ ലൈൻ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് റെഡ് വേവി അണ്ടർലൈൻ. അതായത് അതിന്റെ ബ്ലൂ ചോദിച്ചു, ഗ്രീൻ ചോദിച്ചു, റെഡ് പറഞ്ഞു. റെഡ് വേവി ലൈൻ അണ്ടർ ദ റിപ്പീറ്റഡ് വേർഡ്സ് ആണോ? ദെൻ നൺ ഓഫ് ദ എബവ് ആണ്. ലൈൻസ് ഒന്നും കാണിക്കത്തില്ല, ഫുൾ ക്ലിയർ ആയിട്ടിരിക്കും. എങ്ങനെയാണോ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ വേർഡ് ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്നവരല്ലേ. ടൈപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മൾ KGT പാസ്സാവുന്നവർക്കൊക്കെ 2 പേപ്പർ ഉണ്ടല്ലേ, വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് KGT എക്സാം പാസ്സാവാൻ സാധിക്കത്തുള്ളൂ. സോ അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എറേഴ്സ് ഏതിലല്ല കാണിക്കുന്നതെന്ന്? ഒന്ന് ഓർത്ത് നോക്കിയേ, കിട്ടുന്നുണ്ടോന്ന്? ഏത് ലൈനായിരിക്കും? ബ്ലൂ ആണോ, ഗ്രീൻ ആണോ, റെഡ് ആണോ? അതല്ല ഇതിന് വേറെ ഏതെങ്കിലും കളറിൽ കാണിക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കുക. നമ്മുടെ ആൻസർ എന്താടാ? എ റെഡ് വേവി ലൈൻ അണ്ടർ ദ റിപ്പീറ്റഡ് വേർഡ്സ്. റിപ്പീറ്റ് ആവുന്ന വേർഡ്സിൽ എന്ത് കാണിക്കും? റെഡ് വേർഡ്. കണ്ട, ഞാൻ റിക്വസ്റ്റ് എന്ന് ആദ്യം ടൈപ്പ് ചെയ്തു, പ്രത്യേകിച്ചൊന്നും വന്നില്ല. റിക്വസ്റ്റ് എന്ന് വീണ്ടും ടൈപ്പ് ചെയ്തു. അപ്പൊ അവിടെ എന്തായി കാണിച്ചു? റെഡ് വേവി അണ്ടർലൈൻ നമുക്ക് എന്ത് ചെയ്തു? കാണാൻ പറ്റി.
അപ്പോൾ എന്താ റിപ്പീറ്റഡ് വേർഡ്സിൽ വരുന്നത് എന്താണ്? റെഡ് വേവി അണ്ടർലൈൻ ആണ്. കണ്ടോ, റെഡ് വേവി. ഇത് ഓർത്തിരിക്കുക, റെഡ് വേവി അണ്ടർലൈൻ ആണ് റിപ്പീറ്റഡ് വേർഡ്സിൻ്റെ ഇടയിൽ കാണിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ എന്ത് തന്നെയാണ് കാണിക്കുക? റെഡ് വേവി ആണല്ലേ. ഗ്രീൻ അപ്പോൾ എവിടെയാണ് കാണിക്കുന്നത്? ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ആണല്ലേ. ഓക്കെയാണ്. ഹൈപ്പർ ലിങ്ക് ഒക്കെ ആണെങ്കിൽ എന്താ കാണിക്കുക? അതാണ് ബ്ലൂ കളറിൽ കാണിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. റിപ്പീറ്റഡ് വേർഡ്സ് കാണിക്കുന്നു, റെഡ് വേവി അണ്ടർലൈൻ. അതിന് എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. നമുക്കൊരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ഉണ്ട്. ഇതിനെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് മൂവ് ചെയ്യണം. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഓപ്പറേഷൻസ് ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് മൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കിയേ. പേസ്റ്റ് ആൻഡ് ഡിലീറ്റ്. നമ്മൾ ആദ്യം പേസ്റ്റ് ചെയ്തു, പിന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തു ആ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിനെ. അതാണോ ആൻസർ? ദെൻ ഓപ്ഷൻ ബി, പേസ്റ്റ് ആൻഡ് കട്ട്. പേസ്റ്റ് ചെയ്തു, കട്ട് ചെയ്യാം ആണോ? ഓപ്ഷൻ സി, കോപ്പി ആൻഡ് പേസ്റ്റ് ആണോ? കോപ്പി ചെയ്തു, നമ്മൾ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിനെ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഓപ്ഷൻ ഡി, കട്ട് ആൻഡ് പേസ്റ്റ്. നാലാമത്തെ ഓപ്ഷൻ കട്ട് ആൻഡ് പേസ്റ്റ്. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, എന്നിട്ട് പേസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കൊരു മൊത്തം ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ആണ്, മീൻസ് കുറച്ചധികം, അല്ലെങ്കിൽ ഒരു ലൈന്, നമ്മളൊരു ലൈൻ ടൈപ്പ് ചെയ്തു, ആ ലൈൻ മൊത്തത്തോടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ചെയ്യുന്ന നമ്മൾ സിമ്പിൾ ടെക്നിക്ക് എന്തെന്നാണ് ചോദ്യം. പേസ്റ്റ് ആൻഡ് ഡിലീറ്റ് ആണോ? പേസ്റ്റ് ആൻഡ് കട്ട് ആണോ? കോപ്പി ആൻഡ് പേസ്റ്റ് ആണോ? കട്ട് ആൻഡ് പേസ്റ്റ് ആണോ? ഇത് നാലാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, കട്ട് ആൻഡ് പേസ്റ്റ് അല്ലേ. എന്തുകൊണ്ടാ? നമുക്കിവിടെ ചെയ്തു, നമുക്ക് ഈ ഓപ്പറേഷൻസ് എന്നുള്ള വാക്ക് എനിക്ക് ഇവിടെയും വേണം, ഈ എൻഡിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഓപ്പറേഷൻസ് കണ്ടന്റ് എന്നുള്ള ഭാഗം ഞാൻ സെലക്ട് ചെയ്യും, അതിന് കോപ്പി ചെയ്യും, ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്യും. പക്ഷെ എനിക്കിത് വേണ്ട. ഇവിടെ ഈ ഓപ്പറേഷൻ ഇവിടെ മൊത്തത്തിൽ ഈ ഓപ്പറേഷൻ 2 എന്നുള്ള ഒറ്റ സാധനം ഇവിടെ വേണ്ട. പകരം എനിക്കിത് എൻഡിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ എന്ത് ചെയ്യും? ഈ ഒരു പാർട്ട് മൊത്തം ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യും? പേസ്റ്റ്. ഈ എൻഡിൽ എനിക്ക് ഇവിടെ ആവശ്യമുണ്ട്, ഈ ഭാഗത്ത് എനിക്ക് എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യണം. ഞാൻ പേസ്റ്റ് ചെയ്യും. ക്ലിയർ ആയി? അതായത് നമുക്ക് ഈ ഇരിക്കുന്ന ഭാഗത്ത് ആ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് വേണ്ട, നെക്സ്റ്റ് ഒരു സ്ഥാനത്ത് വേണം. അപ്പോൾ എന്ത് ചെയ്യും? കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. കട്ട് ചെയ്തു, വേണ്ടാത്ത ഭാഗത്തെ നമ്മൾ കട്ട് ചെയ്തു, ആവശ്യമുള്ള ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? പേസ്റ്റ് ചെയ്തു. അതേസമയം നമുക്ക് ഈ ഇരിക്കുന്ന ഭാഗത്തും വേണം, ഇതേ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് തന്നെ നമുക്ക് വേറൊരു ഭാഗത്തും കൂടെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സെലക്ഷൻ മൊത്തം കോപ്പി ചെയ്യും, ദെൻ നമുക്ക് ആവശ്യമുള്ളിടത്ത് പേസ്റ്റ് ചെയ്യും. ഈ കട്ട് ചെയ്യുന്ന സെലക്റ്റഡ് ടെക്സ്റ്റ് എവിടെയാണ് സേവ് ആയി നിൽക്കുന്നത്? ഏത് ഭാഗത്തായിരിക്കും അപ്പോൾ സേവ് ആയി നിൽക്കുന്നത്? നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അത് എവിടെയാണ് സേവ് ആയി നിൽക്കുന്നതെന്ന്. ഇതൊക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഉത്തരം കമൻറ്റ് ചെയ്യണേ, ഞാൻ നോക്കും. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് റോസ് സപ്പോർട്ടഡ് ഇൻ ആൻ എക്സൽ 2007 വർക്ക്ഷീറ്റ്? 2007 വർക്ക്ഷീറ്റിൽ എത്ര റോസിനെ സപ്പോർട്ട് ചെയ്യും? എത്രയാടാ സപ്പോർട്ട് ചെയ്യുന്നത്? 2007 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി വലിയൊരു എമൗണ്ട് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്രയായിരിക്കും? ഓപ്ഷൻ എ 10, 28, 576. ഓപ്ഷൻ ബി 10, 48, 576. ഓപ്ഷൻ സി 10, 38, 576. ഓപ്ഷൻ ഡി 10, 58, 576. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഏതായിരിക്കും ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? അതായത് 10 ലക്ഷത്തി എന്നാണ് തുടങ്ങുന്നത്. 10,28,576 റോസ് സപ്പോർട്ട് ചെയ്യും. ഓപ്ഷൻ 1. 10,48,576 ഓപ്ഷൻ 2. 10,38,576 ഓപ്ഷൻ 3. 10,48,576 ഓപ്ഷൻ ഡി ആയിട്ട് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മൾ ശ്രദ്ധിക്കും? കണ്ടോ, ഇത് തന്നെ ഈ തന്നിരിക്കുന്ന തന്നെ ഫോമാറ്റ് ശ്രദ്ധിക്കുക. ഇവിടെ ഇതെല്ലാം സിമിലർ ആണ്, ദെൻ 10 എല്ലാം സിമിലർ ആക്കി തന്നിട്ടുണ്ട്. ഇത് തന്നെ എന്ത് ചെയ്യും? കൺഫ്യൂസ് ചെയ്യും. ഇതാ 8 ഇത്രയും സിമിലർ ആണ്. അപ്പോൾ ഈ 2, 4, 3, 8, 3, 5 ഇങ്ങനെ തന്നെ ഇതിൽ നിന്ന് ഏതായിരിക്കും എന്നാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എക്സാക്റ്റ് ആയിട്ട് ആ നമ്പർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആൻസർ ചെയ്യാൻ പറ്റൂ. വാട്ട്സ് അവർ ആൻസർ? അവർ ആൻസർ ഈസ് 10,48,576 is our answer. 10,48,576. This is our answer. നമ്മൾ റോസ് എത്ര സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചാൽ അത് എത്രയാണ്? 10, 48, 576. നമ്മൾ പണ്ടൊക്കെ മൊബൈൽ നമ്പർ പഠിക്കുന്നത് പോലെ പഠിക്കേണ്ടതാണ്. അപ്പോൾ കോളം ഇപ്പം നമ്മൾ പറഞ്ഞു റോസാന്ന് പറഞ്ഞു. അപ്പോൾ കോളം നമ്മൾ ലേബൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ABCD എന്നാണല്ലേ നമ്മൾ കോളം ലേബൽ ചെയ്യുന്നത്. കോളം ലേബൽ ചെയ്യുന്ന ABCD വന്നിട്ട് അത് എൻഡ് വരെ ആകുമ്പോൾ ഏത് വരെ പോവും? ഏത് വരെ കോളം എൻഡ് ചെയ്യും? XFD വരെ പോകും അല്ലേ? കോളം എൻഡ് ചെയ്യുന്നത് XFD വരെ എന്ത് ചെയ്യാൻ പറ്റും? കോളം എൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ XFD എന്ന് പറയുന്നത് എത്രയാണ്?
16,384. ക്ലിയർ ആണ്. അതായത് റോ സപ്പോർട്ട് ചെയ്യുന്നത് 10,48,576 എങ്കിൽ 10,48,576 റോസ് ഉണ്ടെങ്കിൽ കോളം എത്രയാണ്? XFD എന്നാണ് പറയുന്നത്. ഈ XFD എന്ന് പറയുന്ന നമ്പർ ഏതാ? 16,384. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the shortcut key used display the print preview window in MX Excel 2007? MX Excel 2007 ൽ പ്രിന്റ് പ്രിവ്യൂ കാണിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? നോക്കടാ, ഞാൻ നേരത്തെ പറഞ്ഞു ഷോർട്ട് കട്ട് കീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഏത് എക്സാം എടുത്താലും 2 or 3 തവണയൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഷോർട്ട് കട്ട് കീസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്? ഏതാണ് നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്? പ്രിന്റ് പ്രിവ്യൂവിന്റെ ഷോർട്ട് കട്ട് കീ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, പ്രിന്റ് പ്രിവ്യൂയുടെ ഷോർട്ട് കട്ട് കീ ഏതാണ്? ഓപ്ഷൻ എ Ctrl+F3, ഓപ്ഷൻ ബി Shift+F2, ഓപ്ഷൻ സി Ctrl+F2 ആൻഡ് ഓപ്ഷൻ ഡി Shift+F3. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മുടേത്? ഏതായിരിക്കും? അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി Ctrl+F2. പ്രിന്റ് പ്രിവ്യൂ അല്ലെ, നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മളെ ഡോക്യുമെന്റ് എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതാണ് അല്ലെ ഈ പ്രിന്റ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ആ പ്രിന്റ് പ്രിവ്യൂ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താ? അതിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്താ? നമ്മൾ അല്ലെങ്കിൽ സാധാരണ എങ്ങനെ ഇപ്പോൾ പ്രിന്റ് ഓപ്ഷൻ എടുക്കുക, അതിനകത്ത് പ്രിവ്യൂ എടുക്കും, പ്രിവ്യൂല് നോക്കും. ഇല്ലെങ്കിൽ നമുക്ക് അതിന് ഏറ്റവും ഉള്ള സിമ്പിൾ ഷോർട്ട് കട്ട് കീ ആണ് എന്ന് പറയുന്നത് Ctrl+F2 എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, what is the shortcut key to highlight the entire column in MX Excel 2007? നോക്കുക, വീണ്ടും അതേപോലെ ഒരു ഷോർട്ട് കട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഷോർട്ട് കട്ട് കീ ആണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. PSC 2, 3, 4 തവണ ആവർത്തിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടെയാണ്. സോ അപ്പൊ അവരുടെ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ആൻസർ നോക്കിയേ, Ctrl+C, ഓപ്ഷൻ ബി Ctrl+Spacebar, ഓപ്ഷൻ സി Ctrl+Page, ഓപ്ഷൻ ഡി Ctrl+Enter. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? എക്സലിൽ എന്താ എൻറ്റയർ കോളം ഹൈലൈറ്റ് ചെയ്യാൻ അല്ലെ, മീൻസ് എൻറ്റയർ കോളം ഹൈലൈറ്റ് ചെയ്യാന്ന് ചോദിച്ചു. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? എൻറ്റയർ കോളം സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചു. സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരുപോലെ തന്നെയല്ലേ, നമ്മൾ ആ ബോക്സിനകത്ത് ആക്റ്റീവായിട്ട് കാണാൻ പറ്റും. അതിന് ഏത് ഷോർട്ട് കട്ട് കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓർത്ത് നോക്കൂ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കി ഏത് ഏത് ഷോർട്ട് കട്ട് കീ ആണെന്ന്. Z ആണോ, Ctrl+Spacebar ആണോ, Ctrl+Page ആണോ, ഓർ Ctrl+Enter ആണോ? ഏതാണടാ? Ctrl+Spacebar. അവർ ആൻസർ ഈസ് Ctrl+Spacebar. അങ്ങനെയുള്ള Ctrl+C എന്തായിരുന്നു? കോപ്പി. Ctrl+Page എന്തായിരുന്നു? മേലേക്ക് പോകാൻ, മീൻസ് കഴ്സർ മേലോട്ട് കൊണ്ടുപോകാനായിട്ട്. ദെൻ അങ്ങനെയാണ് Ctrl+Enter എന്തായിരുന്നു? Ctrl+Enter എന്ന് പറയുന്നത് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കമന്റ് ആയിട്ട് ബോക്സിൽ നമുക്ക് രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഡിസ്പ്ലേ കറണ്ട് ഡേറ്റ് ഇൻ MS Excel? MS Excelൽ നമ്മൾ കറണ്ട് ഡേറ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം? കറണ്ട് ഡേറ്റ് എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്? ഏത് ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഡേറ്റ്, ഓപ്ഷൻ ബി ടുഡേ, ഓപ്ഷൻ സി നൗ ആൻഡ് ഓപ്ഷൻസ് ഡി ടൈം. നമുക്ക് എന്താ വേണ്ടത്? കറണ്ട് ഡേറ്റ് മതി. ഡേറ്റിനാണെങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കും? ഏത് ഫംഗ്ഷനാണ് ഡേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ടുഡേ ഈസ് അവർ ആൻസർ. നമുക്ക് ടുഡേ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കറണ്ട് ഡേറ്റ് കിട്ടും. പക്ഷെ നമ്മൾ കറണ്ട് ടൈം കിട്ടണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? ടൈമും കൂടെ എൻ്റർ ആയി വരണമെങ്കിൽ എന്ത് ചെയ്യണം? നൗ ഫംഗ്ഷൻ യൂസ് ചെയ്യണം അല്ലേ. നൗ ഫംഗ്ഷൻ അതും പ്രീവയ്ക്കുവാണ്, ഓർത്തിരിക്കുക. ഈ എക്സൽ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻസ്, ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ്, ഫോർമുലാസ് ഒക്കെ എപ്പോഴും എന്ത് ചെയ്യണം? മൈൻഡിൽ നമുക്ക് എപ്പോഴും തങ്ങി നിൽക്കണം അല്ലേ. കാരണം പല ക്വസ്റ്റ്യനിലും പല രീതിക്കൊക്കെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഡേറ്റ് ചോദിക്കാം, ടൈം ചോദിക്കാം. സോ ഇങ്ങനെ നമ്പേഴ്സ് അല്ലെങ്കിൽ കോളം സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരോ ഷോർട്ട് കട്ട്സ് ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോളം സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് എന്ന് ഈ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ ഇതുപോലെ പലതവണ പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. സോ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെ നമുക്ക് വളരെ ഒരു എക്സാമിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് അല്ലേ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബെനിഫിറ്റ് എന്താണ്? നമുക്ക് ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തൊക്കെയാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, കുറച്ച് അങ്ങോട്ടും തിരിച്ചും മറിച്ചും അല്ലെങ്കിൽ അതുപോലെയുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഒരുവിധം എല്ലാം പഠിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എക്സാംസിന് ഈ കമ്പ്യൂട്ടർ പോർഷനിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the default page setup orientation for slides in MS PowerPoint 2007? അല്ലേ, ഇതും എന്ത് തന്നെയാണ്? ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിഫോൾട്ട് സെറ്റപ്പ് ഓറിയന്റേഷൻ ഫോർ ദ സ്ലൈഡ് ഇൻ MS PowerPoint 2007? PowerPoint 2000 ചോദിക്കുന്ന
ഡിഫോൾട്ട് ആയിട്ടുള്ള ഓറിയന്റേഷൻ ഏതാണ്? നമുക്ക് എത്ര ഓറിയന്റേഷൻ ഉണ്ട്? നമുക്ക് എത്ര ഓറിയന്റേഷൻ ആണുള്ളത്? രണ്ടെണ്ണം അല്ലേ? 2 ഓറിയന്റേഷനാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. 2 ഓറിയന്റേഷൻ എന്ന് പറയുന്നത് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ആണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ തന്നെ നോക്കിയേ. അപ്പോൾ എന്തായി? ഈ ഓറിയന്റേഷൻ ചോദിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ബാക്കി ഇത് രണ്ടും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ? ഓപ്ഷൻ എ വെർട്ടിക്കൽ, ഓപ്ഷൻ ബി ലാൻഡ്സ്കേപ്പ്, ഓപ്ഷൻ സി പോർട്രേറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. നമുക്കറിയാം എത്ര ഓറിയന്റേഷൻ ഉണ്ട്? നമുക്ക് 2 ഓറിയന്റേഷൻ ആണുള്ളത്. സോ എന്ത് ചെയ്തു നമ്മൾ? എയും ഡിയും അങ്ങ് കട്ട് ചെയ്തു. പിന്നെ അടുത്ത 2 ഓപ്ഷനാണുള്ളത്, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും. അത് നമ്മുടെ ഓറിയന്റേഷൻസ് ആണ്. സ്ലൈഡ് എങ്ങനെയാണ് കാണുന്നത്? ഇത് തന്നെ ഒരു സ്ലൈഡാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് കാണുന്നത്? പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ? നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളതല്ലേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇത് ലാൻഡ്സ്കേപ്പ് ആണല്ലേ? അപ്പം നമ്മുടെ ഉത്തരം ഏതായിട്ട് വരും? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ്സ്കേപ്പ് ആണ്. ലാൻഡ്സ്കേപ്പ് ആണ് നമ്മുടെ ഡിഫോൾട്ട് ഓറിയന്റേഷൻ. പവർ പോയിന്റ് സ്ലൈഡിന്റെ ഡിഫോൾട്ട് ഓറിയന്റേഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് ലാൻഡ്സ്കേപ്പ് ആണ്. എന്നാൽ വേർഡിന്റെ ഏതായിരുന്നു ഡിഫോൾട്ട്? പോർട്രേറ്റ് ആണ് അല്ലെ? പോർട്രേറ്റ് ആണ് വേർഡിന്റെ ഡിഫോൾട്ട് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. In MS PowerPoint 2007, what are symbol used to identify items in a list? Question ഒന്നുകൂടി ചോദിക്കുന്നു. In MS PowerPoint 2007, PowerPoint 2007-ൽ what are symbol used to identify the item in a list? ലിസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്താണ്, ഏത് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഐക്കൺ, ഓപ്ഷൻ ബി മാർക്കർ, ഓപ്ഷൻ സി ബുള്ളറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഗ്രാഫിക്സ്. അവർക്കടെ നമ്മളൊരു ലിസ്റ്റ് എഴുതുന്നു. നമ്മൾ പഠിക്കുന്ന തന്നെ എഴുതുന്നു. ആദ്യം ഒരു മെയിൻ ഹെഡിങ് എഴുതി, നമ്മൾ സബ് ഹെഡിങ് ആയിട്ട് അടുത്തത് എന്താ നമ്മൾ അവിടെ ചെയ്ത് വയ്ക്കുന്നത്? ഒന്ന് ഓർത്ത് വയ്ക്കാൻ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഐക്കൺ അവിടെ വരച്ച് വയ്ക്കുകയാണോ ചെയ്യുന്നത്? ഐക്കൺ അറിയാലോ, ഡെസ്ക്ടോപ്പിലെ ചെറിയ ഗ്രാഫിക് ഇമേജ് ആണ് ഐക്കൺ എന്ന് പറയുന്നത്. മാർക്കർ നമ്മൾ വല്ലതും മാർക്ക് ചെയ്തൊക്കെയാണ് വെക്കുന്നത്. ദെൻ ബുള്ളറ്റ്, ദെൻ ഗ്രാഫിക്സ്. ഇതിലേതാ നമ്മൾ ചെയ്യുന്നത്? അവർ ആൻസർ ഈസ് ബുള്ളറ്റ് അല്ലേ? ബുള്ളറ്റ് ഈസ് അവർ ആൻസർ. എന്താ നമ്മളല്ലേ ആദ്യം ഒരു മെയിൻ ഹെഡിങ് എഴുതി, സബ് ഹെഡിങ് ഒരു ബുള്ളറ്റ് ഇട്ട്, ഇവിടെ അടുത്ത സബ് ഹെഡിങ് എഴുതി, ദെൻ വീണ്ടും ഒരു ബുള്ളറ്റ്, പോയിന്റ്സ് എഴുതുന്നല്ലേ? പോയിന്റ്സ് എഴുതുമ്പോൾ എന്താ? ബുള്ളറ്റ് ഇട്ട്. ഇതാണ് എന്ത്? അപ്പം നമ്മുടെ ഐറ്റംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബുള്ളറ്റ്സ് ഇട്ടിട്ടാണ്. ബുള്ളറ്റ്സ് ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐറ്റംസ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അവർ കറക്റ്റ് ആൻസർ ഈസ് ബുള്ളറ്റ്. ഓക്കെ ആണ്? ക്ലിയർ ആണെന്ന് കരുതുന്നു. എല്ലാവരും സെറ്റ് ആവുന്നു എന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ 5-6 സീരീസ് ആയല്ലേ? ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കുറച്ചുകൂടി നന്നായിട്ട് ആൻസേഴ്സ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In MS PowerPoint, which of the following format option should be used to display dollar on an axis? ഡോളർ എന്ന് പറയുന്നത് എന്ത് സിമ്പിളാണ്, എന്താണെന്നാണ് ചോദിക്കുന്നത്. ഏത് ഫോർമാറ്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടി? മീൻസ് എന്തിനു വേണ്ടി? നോർമൽ ആണോ, പെർസെൻറ്റേജ് ആണോ, കറൻസി ആണോ, കോമയാണോ? നമ്മൾ ഡോളർ സൈൻ ഇട്ടു, അറിയാമല്ലോ. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. In MS PowerPoint 2007, which of the following format option should be used to display dollar on an axis? ഡോളർ കാണിക്കാൻ നമ്മളത് ഏതിനു വേണ്ടിയിട്ടാണ് ഡോളർ സൈൻ കാണിക്കുന്നത്? ഏതിനു വേണ്ടിയിട്ടാണ്? നോർമൽ, പെർസെൻറ്റേജ്, കറൻസി ആൻഡ് കോമ. എന്തിനാടാ കാണിക്കുന്നത്? പെർസെൻറ്റേജിന് നമുക്ക് എന്താ? പെർസെൻറ്റേജ് സിമ്പിൾ തന്നെയുണ്ട്. കോമയ്ക്ക് കോമ സിമ്പിൾ തന്നെയുണ്ട്. പിന്നെ നോർമൽ എന്ന് പറയുന്നത് ഡോളർ അല്ല. ദെൻ അപ്പോൾ ഈ ഡോളർ സൈൻ കാണിക്കുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? കറൻസി അല്ലേ? കറൻസിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലേ? കറൻസിയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഡോളർ സൈൻ എന്ന് പറയുന്നത്. സോ അവർ ആൻസർ ഈസ് കറൻസി. MS PowerPoint-ൽ ഡോളർ ഓപ്ഷൻ ഷുഡ് ബി യൂസ്ഡ് ടു ഡിസ്പ്ലേ ഡോളർ ആസ് ആൻ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? കറൻസി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം സൂം പെർസെൻറ്റേജ് ഇൻ PowerPoint 2007. PowerPoint പെർസെൻറ്റേജ് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്ന പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാടാ മാക്സിമം നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ 100%, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 400 ആൻഡ് ഓപ്ഷൻ ഡി 500. മാക്സിമം അല്ലേ? അപ്പോൾ ഒരു 500 ഇരിക്കട്ടെ എന്നാണോ ചിന്തിക്കുന്നത്? ഏതാണ് നമ്മുടെ ഉത്തരം? ഏതായിട്ട് വരും? ഒന്ന് ആലോചിച്ച് നോക്കണം, ഓർത്ത് നോക്കുക. ഏതാ നമ്മുടെ ആൻസർ ആയിട്ട് വരിക? 100 ആണോ, 200 ആണോ, 400 ആണോ, 500 ആണോ? പവർ പോയിന്റിൽ മാക്സിമം പെർസെൻറ്റേജ് സൈസ് എന്ന് പറയുന്നത്, സൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? അവർ ആൻസർ ഈസ് സി 400%. നമുക്ക് 400% മാക്സിമം സ്ലൈഡ് സൂം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാക്സിമം എത്രയാണ്? 400. മിനിമം അപ്പോൾ എത്രയായിരിക്കും? 10% അല്ലേ? മിനിമം 10%, മാക്സിമം എന്ന് പറയുന്നത് 400%-ഉമാണ് നമുക്ക് സൂം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ?
സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫയൽ ഫോർമാറ്റ് ക്യാൻ ബി ആഡഡ് ടു പവർ പോയിന്റ് ഷോ? പവർ പോയിന്റ് ഷോയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫോർമാറ്റ് ഏതാണ്? ഏത് ഫോർമാറ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ .jpg, ഓപ്ഷൻ ബി GIF, ഓപ്ഷൻ ഡി .wav ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ ഏതായിരിക്കും ഇവിടെ ആൻസർ? ഓർത്ത് നോക്കിയാൽ പവർ പോയിന്റിൽ ഷോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? പിക്ചർ ആണോ, ഗ്രാഫിക് ആണോ, ദെൻ മീൻസ് സൗണ്ട്, ഓഡിയോ വേവ്സ് ആണോ, ദെൻ ഏതാണ്? ഓൾ ഓഫ് ദ എബോവ്. ഏതാണടാ? അവർ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. എന്തുകൊണ്ട്? നമ്മൾ പവർ പോയിന്റിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും? പിക്ചർ ആഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഗ്രാഫിക് ഇമേജുകൾ ആഡ് ചെയ്യാൻ പറ്റത്തില്ലേ? സാധിക്കും. സൗണ്ട്സ് സിസ്റ്റംസ് നമുക്ക് അതിനകത്ത് ആഡ് എഫക്ട്സ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ലേ? സൗണ്ട് ക്ലിപ്സ് ഒക്കെ സാധിക്കും. സോ അവർ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. ഫയൽ ഫോർമാറ്റ് ക്യാൻ ബി ആഡഡ് ടു പവർ പോയിന്റ് ഷോ. പവർ പോയിന്റ് ഷോയിൽ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ പറയുന്നതെല്ലാം എന്താ? ഗ്രാഫിക്കും ഇമേജും മീൻസ് സൗണ്ട്, ഓഡിയോ വേവ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? പവർ പോയിന്റിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് തന്നെ എന്താണ്? പവർ പോയിന്റ് ഷോയിൽ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്താം. സോ അവർ ആൻസർ ഈസ് all of the above. Is it clear? Next question. In MS PowerPoint 2007, special effects used to introduce slides in a presentation are called. Special effects നമ്മൾ ആഡ് ചെയ്യുന്നു. എന്താ? In MS PowerPoint 2007, special effects used to introduce slides in a presentation. Repeated question ആണല്ലേ? ഓർത്തൊക്കെ എന്താണ് സ്പെഷ്യൽ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്? ഒരു സ്ലൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എഫക്ട്സിന് എന്ത് പറയും? ഏത് പേര് പറയും? ഓപ്ഷൻ എ എഫക്ട്സ്, ഓപ്ഷൻ ബി കസ്റ്റം ആനിമേഷൻ, ഓപ്ഷൻ സി ട്രാൻസിഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി പ്രസന്റ് ആനിമേഷൻസ്. ഏതാണ് അവർ? നമ്മുടെ ഉത്തരം ഏതാണ്? അവർ ആൻസർ ഈസ് ഏതാണടാ നമ്മുടെ ആൻസർ? അതായത് ഇപ്പൊ ഒരു സ്ലൈഡ് നോക്കിയേ, ഈ സ്ലൈഡ് അടുത്ത പുതിയൊരു സ്ലൈഡ് വരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഈ വന്നു പുതിയൊരു സ്ലൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആനിമേഷൻ എഫക്റ്റോട് കൂടിയാണ്. അപ്പൊ എന്താണ്? ഏതാണടാ? അതിന് പറയുന്ന പേരെന്താണ്? അവർ ആൻസർ ഈസ് ട്രാൻസിഷൻ. സ്ലൈഡ് ട്രാൻസിഷൻ ഈസ് അവർ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സ്ലൈഡ് ട്രാൻസിഷൻ ആണല്ലേ. ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. പുതിയ കുറച്ച് ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത സെക്ഷനിൽ കാണുന്നവരേക്കും സീ യു അഗൈൻ. ബൈ ബൈ.